നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലേ. ആ ആഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും ആകും. പ്രത്യേകിച്ച് നമ്മുടെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നാൽ കിടുക്കനായിരിക്കും. ഇവിടെ നമ്മുടെ കഥാനായികയുടെ 16ാമത്തെ ബർത്ത്ഡേ പ്രമാണിച്ച് പുള്ളിക്കാരി 16 ആഗ്രഹങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്നു. ആ 16 എണ്ണവും ഓരോന്നോരോന്നായി റിയൽ ആകുന്നതിനോടൊപ്പം തന്നെ പതിയെ പതിയെ അവളുടെ സന്തോഷങ്ങളെല്ലാം കെട്ടടങ്ങുന്ന രീതിയിൽ ഈ ആഗ്രഹങ്ങൾ മൂലം തന്നെ 8ന്റെ പണിയും കിട്ടുന്നു. ഒടുക്കം ആഗ്രഹിച്ച് ഏതവസ്ഥയിലാണ് നമ്മുടെ നായിക എത്തിയത്, അതിൽ നിന്ന് അവൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതെല്ലാം അറിയാനായി നമുക്ക് വളരെ രസകരമായ 2010 റിലീസായ 16 വിഷസ് എന്ന ഫാന്റസി കോമഡി ചിത്രം കാണാം. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ എബി അവളുടെ 16ാമത്തെ ബർത്ത്ഡേ ദിവസം ഉറക്കമെണ്ണീക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ 18ാമത്തെ ബർത്ത്ഡേ കുറച്ച് സ്പെഷ്യൽ ആണല്ലോ, കാരണം നമ്മള് നിയമപരമായി പ്രായപൂർത്തിയാവുകയാണല്ലേ. അവരുടെ നാട്ടില് 16ാമത്തെ ബർത്ത്ഡേ വളരെ സ്പെഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ അവൾ കഴിഞ്ഞ കുറെ നാളുകളായി 16ാമത്തെ ബർത്ത്ഡേ വരാനായിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു. 16ാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടി അവൾ ഒരു വിഷ് ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ 16 വിഷുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും അവസാനമായി അവൾ ഇപ്പോൾ ഒരു പയ്യന്റെ ഫോട്ടോ ഒട്ടിക്കുന്നു. 16ാമത്തെ വിഷ് അവളുടെ ക്രഷായ ലോകൻ എന്ന ഈ പയ്യനെ അവൾക്ക് സ്വന്തമാക്കണം എന്നതാണ്. അവൾ അങ്ങനെ 16 വയസ്സായതിന്റെ ത്രില്ലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൾക്ക് സർപ്രൈസ് നൽകിക്കൊണ്ട് അച്ഛനും അമ്മയും അനിയനും കൂടി ബർത്ത്ഡേ കേക്കുമായി എത്താണ്. ഹാപ്പി ബർത്ത്ഡേ എന്നെല്ലാം അവര് പറഞ്ഞ് അവളെ വിഷ് ചെയ്യുമ്പോൾ ഇവൾക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ഞാൻ വലിയ കൊച്ചായില്ലേ, നിങ്ങൾ എന്തിനാ എന്റെ അനുവാദം ഇല്ലാതെ മുറിയിലേക്ക് തള്ളിക്കയറി വരുന്നത്? ഇനി മുറി വരുമ്പോ എന്റെ അനുവാദം ചോദിച്ചിട്ട് വരണമെന്നും പറഞ്ഞ് അവര് 3 പേരെ അങ്ങ് പുറത്താക്കാണ്. കേക്ക് പോലും മൈൻഡ് ചെയ്യുന്നില്ല. അവരാണെങ്കിൽ ഈ പെണ്ണെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന രീതിയിലായി പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ പെസ്റ്റുകളെയൊക്കെ ഓടിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള സ്റ്റാഫായ പെൺകുട്ടി എബിയുടെ വീടിന്റെ അവിടെയൊക്കെ ഇവരുടെ സ്ഥാപനത്തിന്റെ ഒരു പരസ്യ പേപ്പർ വെച്ചിട്ട് പോകുന്നതാണ്. ഈ വന്നിരിക്കുന്നത് ഒരു സാധാരണ ആളല്ല, ആരാണെന്ന് വഴിയെ കണ്ട് മനസ്സിലാക്കാം. എന്തായാലും പിന്നീട് എബിയുടെ റൂമിലേക്ക് അവൾക്കുള്ള ഫുഡുമായി അനിയൻ വരുന്നു. ഞാൻ ചേച്ചിക്ക് ബർത്ത്ഡേക്ക് പാട്ട് പാടി തരാമെന്നും പറഞ്ഞ് അവൻ കയ്യിലുള്ള കളിപ്പാട്ട ഗിറ്റാറും കൊണ്ട് പാട്ട് പാടുന്ന പോലെ ആക്ഷൻ കാണിച്ച് അവിടെയുള്ള ഒരു ബോക്സ് തട്ടിമറിച്ചിരുന്നു. ആ സമയത്ത് അതിനുള്ളിൽ എബി ഒളിപ്പിച്ചു വെച്ച കുറച്ച് ക്യാഷ് താഴെ വീഴുന്നുണ്ട്. എനിക്ക് ക്യാഷ് തരാവോ, ഞാൻ നല്ലൊരു ഒറിജിനൽ ഗിറ്റാർ ഇത് കൊണ്ട് വാങ്ങാൻ നോക്കാൻ അനിയൻ പറയുമ്പോ പറ്റത്തില്ല, ഇത് ഞാൻ എന്റെ 16ാമത്തെ ബർത്ത്ഡേക്ക് പാർട്ടി നടത്താനായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്ന കാശ, നിനക്കൊന്നും തരാൻ പറ്റത്തില്ല എന്ന് അവള് പറയുന്നു. ഈ സമയത്താണ് അവൻ അവളുടെ 16th ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ആ വിഷ് ലിസ്റ്റ് കാണുന്നത്. അത് വായിച്ചവൻ അയ്യേ ഇതൊക്കെ ഒരു വിഷാണോ, എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ എന്നെല്ലാം അവളെ കളിയാക്കുന്നു. നീ എന്തിനാ ഇതൊക്കെ വായിക്കുന്നത്, ഇത് എന്റെ പ്രൈവറ്റ് ആയ കാര്യങ്ങളാ, നീ പോയെന്ന് പറഞ്ഞ് അവൾ അനിയനെ ഓടിച്ചു വിടുന്നു. പിന്നീട് ജനാല വഴി നോക്കുന്ന അവൾ അവളുടെ അയൽവാസിയും കണ്ണെടുത്ത അവൾക്ക് കണ്ടുകൂടാത്ത അവളുടെ ഒരേ പ്രായക്കാരിയായ കിറ്റി എന്ന പെൺകുട്ടിക്ക് അവളുടെ പേരൻസ് 16ാമത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത കാറ് ഒക്കെ ഇവള് കാണുമ്പോ കണ്ടിട്ട് നല്ല കണ്ണുകടി വരുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളോ കൊണ്ട് കിറ്റിയെ എബിക്ക് തീരെ ഇഷ്ടമല്ല. അന്ന് തന്നെയാണ് കിറ്റിയുടെയും 16ാമത്തെ ബർത്ത്ഡേ. എന്തായാലും കാറൊന്നും ഇല്ലെങ്കിലും താൻ നല്ല കിടുക്കനായി തന്നെ ബർത്ത്ഡേ ആയി സ്കൂളിലേക്ക് ഒരുങ്ങി ചെല്ലണമെന്ന് കരുതി എബി അവളുടെ പുതിയ ഡ്രസ്സ് എടുത്തിടാനായി ഒരുങ്ങുന്ന സമയത്താണ് അവിടെ തേനീച്ചകളെ കൊണ്ട് പൊതിയുന്നത്. അവൾ ഉടനെ തന്നെ ജീവനും കൊണ്ട് വെളിയിലേക്ക് ഓടുന്നു. അങ്ങനെ തേനീച്ചകള് വീട് മുഴുവൻ ആയതുകൊണ്ട് തന്നെ എബിയുടെ ഫാമിലി ഒന്നടങ്കം വെളിയിൽ ഇറങ്ങി നിൽക്കാണ്. ഇവർ നേരത്തെ പരസ്യം കണ്ട ആ ഒരു സ്ഥാപനത്തെ കോണ്ടാക്ട് ചെയ്ത് അവിടെ നിന്ന് സ്റ്റാഫ് എത്തുന്നു. സ്റ്റാഫ് മറ്റേ ആ പെൺകുട്ടി തന്നെയാണ്. സ്റ്റാഫ് വീട് പരിശോധിച്ചിട്ട് പറയുന്നത് കഴിഞ്ഞ 16 വർഷങ്ങളായി ഈ ഒരു വീട്ടിലാണ് ആ തേനീച്ചകൾ താമസിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അതുങ്ങളെ ഇറക്കി വിടുക എന്നത് നടക്കുന്ന കാര്യമല്ല, അത് കുറച്ച് ടൈം എടുക്കും. അതുവരെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കൂടാതെ അകത്ത് നിന്ന് എനിക്ക് ഇത് മാത്രമേ വെളിയിലേക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ എന്ന്. അങ്ങനെ ആ സ്റ്റാഫ് അകത്ത് നിന്ന് അവർ എടുത്തോണ്ട് വന്ന എബിയുടെ ആ ഒരു വിഷ് ലിസ്റ്റ് അവൾക്ക് കൊടുക്കുന്നു. എബി ആണെങ്കിൽ ബർത്ത്ഡേ ആയിട്ട് നട റോഡിൽ നിൽക്കേണ്ട ഗതി വന്നല്ലോ എന്നോർത്ത് അവിടെ നിൽക്കുന്ന സമയത്താണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ജെ എത്തുന്നത്. ജെ എബിക്ക് അവന്റെ ജാക്കറ്റ് കൊടുക്കുന്നു. എബി ജാക്കറ്റ് ഇട്ടിട്ട് നോക്കുമ്പോൾ പോക്കറ്റിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടുകയാണ്. അതൊരു നെക്ലസ് ആയിരുന്നു. അതിൽ പെൻഡന്റ് ആയിട്ട് ഒരു ഹാർട്ടിന്റെ പകുതിയാണുള്ളത്. ബാക്കി പകുതി ഹാർട്ടിന്റെ പീസ് ജെയുടെ കയ്യിലുണ്ടായിരുന്നു. അവൻ അതും കൂടി ചേർത്ത് വെച്ച് കാണിക്കുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ എന്നാണ് ആ ഒരു പെൻഡന്റിൽ എഴുതിയിരിക്കുന്നത്. അവൾക്ക് ആ ഒരു നെക്ലസ് ജെ തന്നെ അണിയിച്ചു കൊടുക്കാണ്. അതിനുശേഷം അവൻ അവളുടെ കൈ ഇങ്ങനെ പിടിക്കാനായിട്ട് വരുന്നു. ഇവള് വെറും ഫ്രണ്ട് മാത്രമല്ല, ഒരു സ്പെഷ്യൽ ഇഷ്ടം കൂടിയുണ്ട്. പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ആക്കാതെ ഇങ്ങനെ അവളുടെ ബർത്ത്ഡേ വിഷസ് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ മറ്റേ സ്റ്റാഫ് എത്തി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അവൾക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുത്തിട്ട് പോകുന്നു. പക്ഷെ ആ സ്റ്റാഫ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുന്നേ അവരെ കണ്ട വേഷത്തിലല്ല, ഒരു പോസ്റ്റ് വുമണിനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക്
ഇത് അവരാണെന്ന് മനസ്സിലായതുമില്ല. എന്തായാലും അവർ കൊടുത്തിട്ട് പോയ ബോക്സ് തുറക്കുമ്പോൾ അതിൽ 16 കാൻഡിൽസും ഉണ്ട്, ഒരു തീപ്പെട്ടിയുമുണ്ട്. ഓരോ ക്യാൻഡിലും ഓരോ വിഷസ് ആണ്. ഓരോ ക്യാൻഡില് ഈ തീപ്പെട്ടി കൊണ്ട് ലൈറ്റ് ചെയ്ത് വിഷ് ചെയ്താൽ അത് നടക്കുമെന്നാണ് ആ ബോക്സിൽ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ട് ജെ ഇതാരോ നിന്നെ പ്രാങ്ക് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്ന് പരീക്ഷിക്കുകയാണ് എബി. അങ്ങനെ അവളുടെ ഫസ്റ്റ് വിഷ് അവൾക്ക് വളരെ ഇഷ്ടമുള്ള ജോയ് എന്ന ഒരു സെലിബ്രിറ്റിയെ കാണണമെന്നതാണ്. അവൾ അത് ആഗ്രഹിച്ച് ആ ക്യാൻഡിൽ അങ്ങനെ കത്തിച്ചു കഴിയുമ്പോഴേക്കും എവിടെ നിന്നാണെന്ന് അറിയില്ല ജോയ് അവളുടെ മുന്നിലെത്തി അവളെ വിഷ് ചെയ്യുന്നു, അവൾക്കൊരു കിസ്സും കൊടുക്കുന്നു, അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എബി ആകെ സർപ്രൈസ്ഡ് ആകുന്നു. ജെയും അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. എന്തായാലും സംഭവം കൊള്ളാമെന്ന് രണ്ടുപേർക്കും തോന്നുന്നു. എന്തായാലും അടുത്തതായി അവൾ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ വിഷയല്ല, പകരം 8ാം നമ്പറിലെ വിഷയമാണ്. അത് അവൾക്കൊരു റെഡ് കാർ വേണമെന്ന ആഗ്രഹമായിരുന്നു. ഇപ്പൊ ഈ സെലിബ്രിറ്റി വന്ന വിഷയം ഒരു യാദൃശികമായിരിക്കാം, പക്ഷെ കാറ് കിട്ടുക എന്നത് ഒരിക്കലും യാദൃശികമല്ലല്ലോ. അതൊന്ന് പരീക്ഷിക്കാനായിട്ടാണ് അവൾ അങ്ങനെ വിഷ് ചെയ്ത് തീരുന്നത്. മറ്റേ ആ സ്റ്റാഫ്, അവർ യഥാർത്ഥത്തിൽ ഒരു സ്റ്റാഫ് അല്ല, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇവളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു ഏഞ്ചൽ ആണ്. ആ ഏഞ്ചൽ എത്തി അവൾക്കൊരു റെഡ് കാർ നൽകുന്നു. ജെയ്ക്ക് പക്ഷെ എന്തോ പന്തികേട് തോന്നി, അവൻ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവള് കാറ് കിട്ടിയ പടങ്ങ് മേടിക്കാണ്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വന്ന് കാറ് തരുന്നത്, ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അവൾ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ ഇവൾക്ക് കാർ ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഏഞ്ചൽ ഇവരെ കാർ ഓടിച്ച് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഇവൾ ഇത്ര വില കൂടിയ ഒരു കാറിൽ സ്കൂളിൽ വന്ന് ഇറങ്ങുന്നത് കണ്ട് മറ്റു കുട്ടികളൊക്കെ അന്തിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന എബിയുടെ സഹോദരനും എവിടുന്ന് ഈ കാർ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും എനിക്ക് വാങ്ങിച്ചു തന്നതാണെന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ അവൻ അറിയാം അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ കാർ വാങ്ങിച്ചു കൊടുക്കാൻ മാത്രം ക്യാഷ് ഒന്നും ഇല്ലാന്ന്. എന്തായാലും അന്ന് സ്കൂളിലേക്കുള്ള അവളുടെ എൻട്രി മാസമായിട്ടായിരുന്നെങ്കിലും വീട്ടിലെ തേനീച്ചയുടെ ശല്യം കാരണം നന്നായിട്ട് ഡ്രസ്സൊന്നും ചെയ്യാൻ സാധിക്കാതെയല്ലേ അവള് സ്കൂളിലേക്ക് വന്നത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ കുട്ടികൾ ഇങ്ങനെ ഒരുമാതിരി അവളെ നോക്കുന്നുണ്ട്. ഈ ഒരു കാര്യവും അവളുടെ വിഷ് ലിസ്റ്റിലുണ്ട്. രണ്ടാമത്തെ ആഗ്രഹം നന്നായി സ്കൂളിൽ ബർത്ത്ഡേ ദിവസം അണിഞ്ഞൊരുങ്ങി പോകണമെന്ന്. അവൾ അതിനായിട്ട് രണ്ടാമത്തെ മെഴുകുതിരി എടുത്ത് അത് തീ കൊളുത്താനായി നോക്കുമ്പോൾ ആ ഒരു കാര്യം കിറ്റി കാണുന്നു. കിറ്റി ഇവിടെ തമ്മിൽ സെറ്റ് ആവില്ലല്ലോ, സ്കൂളിൽ ഇങ്ങനെ തീയൊന്നും കൊളുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ കിറ്റി ഈ കാര്യം മിസ്സിനെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ മിസ് എത്തി എബിയെ സ്കൂളിൽ തീ കത്തിക്കാൻ നോക്കുന്നതിന് വഴക്ക് പറയുകയാണ്. അങ്ങനെ അവൾ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. അവളുടെ വിഷമത്തിന്റെ കാരണം മിസ് വഴക്ക് പറഞ്ഞതല്ല, മറിച്ച് അവൾ പലതവണ ആ മെഴുകുതിരി കത്തിക്കാൻ നോക്കിയിരുന്നു, പക്ഷെ അത് കത്തിയില്ല. അതെന്താണെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അവൾക്ക് ഈ മെഴുകുതിരി കൊണ്ടു കൊടുത്ത ആ ഒരു ഏഞ്ചൽ അവളുടെ മുന്നിലെത്തുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് വീട്ടിലേക്ക് തേനീച്ചയെ ഓടിക്കാൻ വന്നതും തനിക്ക് ഈ ഗിഫ്റ്റ് തന്നതും കാർ തന്നതും എല്ലാം ഈ ഏഞ്ചലാണെന്ന്. തന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഏഞ്ചലാണ് ഇതെന്ന് മനസ്സിലാക്കുന്ന അവൾ എന്തുകൊണ്ടാണ് ആ മെഴുകുതിരി അപ്പോൾ കത്താഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഒരു വിഷ് നേടിയെടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത വിഷ് ചെയ്യാൻ സാധിക്കൂ. 1 മണിക്കൂർ ആവാഞ്ഞത് കൊണ്ടാണ് മെഴുകുതിരി കത്താഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഒപ്പം തന്നെ അവൾ ഈ ആഗ്രഹിക്കുന്നത് ഒരു രാത്രി പിന്നിട്ടാൽ അവളുടെ കൂടെ നിരന്തരം ആ കാര്യങ്ങൾ റിയൽ ആയത് ഉണ്ടാകുമെന്നും പറയുന്നു. കാറും മറ്റു കാര്യങ്ങളും തന്റെ കൂടെ ഉള്ളത് നല്ലതാണല്ലോ എന്ന് കരുതുന്ന അവൾ അത് കാര്യമാക്കി എടുക്കുന്നില്ല. ഈ വിഷുകളെ പറ്റി പറയുന്നതിനോടൊപ്പം തന്നെ ഏഞ്ചൽ അവൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കുന്നു. അവൾ മെഴുകുതിരി കത്തിക്കാൻ നോക്കുന്നത് മിസ്സിനോട് പറഞ്ഞു കൊടുത്തത് അവളുടെ ശത്രുവായ കിറ്റിയാണെന്ന്. അത് കേട്ട് എബി വേഗം തന്നെ കിറ്റിയെ കാണാനായി ചെല്ലുമ്പോൾ കിറ്റി എബിയുടെ ക്രഷായ ലോകനെ വളയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി കണ്ടപ്പോൾ കലി ഇളകുന്ന അവൾ ആ കാര്യം പറഞ്ഞ് കിറ്റിയോട് ഷൗട്ട് ചെയ്യുന്നു. ഏകദേശം ഒരു 8ാമത്തെ ബർത്ത്ഡേ വരെ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഒരേ സ്കൂളിൽ പഠിക്കുന്നവർ, അടുത്തടുത്ത് വീടുള്ളവർ, ഒരേ ദിവസം ബർത്ത്ഡേ ഉള്ളവർ. പക്ഷെ എന്തുകൊണ്ടോ 8ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞതിൽ പിന്നെ കിറ്റി എബിയെ കണ്ടുവിടാത്ത അവസ്ഥയായി. പ്രത്യേകിച്ച് കാര്യമൊന്നും എബിക്ക് അറിയത്തില്ല. തന്നോട് ഇങ്ങനെ കാണിക്കുമ്പോൾ എബിയും അത് തിരിച്ചു കാണിക്കുന്നു. എന്തായാലും ആ സമയത്ത് കിറ്റി എബിയെ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ് നന്നായി കളിയാക്കുന്നു. അതിന്റെയും കൂടി കലിപ്പിൽ എബി 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ മെഴുകുതിരി എടുത്ത് നല്ല ഡ്രസ്സ് വേണമെന്ന് വിഷ് ചെയ്യുന്നു. അവള് വിഷ് ചെയ്ത് തീരുമ്പോഴേക്കും അവിടേക്ക് എത്തുന്ന ഏഞ്ചൽ അവൾക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് കൊടുക്കുകയാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സ് ഇട്ട് അവൾ കിറ്റിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു. കിറ്റി അന്തം വിട്ടു പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും കുറ്റം പറയണമല്ലോ എന്ന് കരുതി എബിയുടെ ഹാൻഡ് ബാഗ് കൊള്ളൂല എന്ന് കിറ്റി പറയുമ്പോൾ ഏഞ്ചൽ അവിടേക്ക് എത്തി എബിയോട് മേഡത്തിന്റെ ഹാൻഡ് ബാഗ് മാറിപ്പോയല്ലോ, അതെ ഇതായിരുന്നു മേഡം അവിടെ മറന്നു വെച്ചതാ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കിടുക്ക പ്രീമിയം ഹാൻഡ് ബാഗ് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. ഇതും കൂടി ആയപ്പോ കിറ്റിയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം എബിയെ കണ്ട് ഫ്ലാറ്റ് ആകുന്നു. കിറ്റിക്ക് നല്ല കളിയും വരുന്നു. പിന്നീട് ഒരു വോളിബോൾ മാച്ച് നടക്കാണ്. ക്രിസ്റ്റിയുടെ ടീമിനും എബിയുടെ ടീമിനും ഇടയിൽ. എബിയുടെ വിഷ് ലിസ്റ്റിൽ വോളിബോൾ മാച്ച് ജയിക്കണം എന്നതും ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ അതിന്റെ മെഴുകുതിരി ഉപയോഗിക്കുകയാണ്. തുടർന്ന് മാച്ച് നടക്കുമ്പോൾ കിറ്റിക്കിട്ട് 2 കൊടുത്തു തന്നെ അവളുടെ ടീമിനെ തോൽപ്പിക്കാനായി എബിക്ക് സാധിക്കുന്നു. അതിനുശേഷം അവൾ നേരെ ചെല്ലുന്നത് ജെയുടെ അടുത്തേക്കാണ്. ഈ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ ജെ, നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഒന്നും ഈസി ആയിട്ട് ലഭിക്കില്ല, അങ്ങനെ ഈസി ആയിട്ട് ലഭിച്ചാൽ അത് ശാശ്വതവും ആകില്ല, എന്തെങ്കിലും പണി കിട്ടുന്നതൊക്കെ അവൻ അവളെ ഉപദേശിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. നീ എന്റെ കൂടെ ഒന്ന് വെളിയിലേക്ക് വന്നു പറഞ്ഞ് അവൾ അവനെയും വിളിച്ച് വെളിയിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ ഇവരുടെ
സ്കൂളിലെ ഒരുപാട് കുട്ടികൾ എബിയുടെ ചുറ്റും കൂടി നിൽക്കാണ്. അവൾ എന്തോ വലിയ സെലിബ്രിറ്റി ആയ പോലെ. ഇതെന്താ സംഭവം എന്ന് അവൻ അവളോട് ചോദിക്കുമ്പോൾ ഇതും എന്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു സംഭവമായിരുന്നു. ആളുകൾ എന്റെ പിറകെ ഞാനൊരു സെലിബ്രിറ്റി എന്ന കണക്ക് നടക്കണമെന്ന് ഞാൻ അതിന്റെ മെഴുകുതിരി ഉപയോഗിച്ചു, അതാണെന്ന് അവൾ പറയുന്നു. അങ്ങനെ വെളിയിലേക്ക് പോകാനായി കാറിൽ കയറുന്ന സമയത്ത് ജെ, നിനക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നത് തന്റെ വിഷ് ലിസ്റ്റിൽ ഉള്ളതാണെന്ന് പറഞ്ഞ് അവൾ അതിന്റെ മെഴുകുതിരി ഉപയോഗിക്കുന്നു. ആ സമയത്ത് RTO നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഇവൾക്ക് ലൈസൻസ് കൊടുത്തിട്ട് പോവാണ്. ലൈസൻസ് ഒക്കെ ഇത്ര എളുപ്പം കിട്ടിയ എത്ര നന്നായിരുന്നു അല്ലേ. എന്തായാലും അങ്ങനെ ഇവര് നേരെ ഒരു ഷോപ്പിലേക്ക് ചെല്ലുന്നു. ഷോപ്പിനകത്തേക്ക് എബി പോകുന്ന സമയത്ത് അവള് സാധനങ്ങളൊക്കെ വാങ്ങി അതിന് ക്യാഷ് കൊടുക്കണമല്ലോ. ഉടനെ ജെ അവന്റെ പേഴ്സ് എടുത്ത് എന്തെങ്കിലും ക്യാഷ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തി. പക്ഷെ പേഴ്സ് തിരിച്ചു വെക്കുമ്പോൾ അത് പോക്കറ്റിന് വെളിയിലേക്ക് പോയി നേരെ തറയിലേക്കാണ് വീഴുന്നത്. അവൻ അത് ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി പോകുന്നു. ഇതേ ടൈം ഇവരെ പിന്തുടർന്ന് ഇങ്ങോട്ടേക്ക് കിറ്റി എത്തിയിട്ടുണ്ടായിരുന്നു. മുന്നേ അവൾക്ക് ലൈസൻസ് കിട്ടുന്നതും ഇപ്പൊ ഈ പേഴ്സ് താഴെ വീഴുന്നതും ഒക്കെ കിറ്റി കാണുന്നു. താഴെ വീണ പേഴ്സ് എടുത്ത് കയ്യിൽ വെക്കുന്ന കിറ്റി കൈ കാശില്ലാതെ രണ്ടെണ്ണം കടയിൽ കയറിയിട്ട് നല്ല അടി വാങ്ങുന്നത് കാണുമെന്ന് മനസ്സിൽ ആലോചിച്ച് നേരെ അവര് കയറി അതേ കടയിൽ കയറി അവിടുത്തെ കടക്കാരിയോട് രണ്ടെണ്ണം വന്ന് നിൽക്കുന്ന കണ്ടില്ലേ, കൈ കാശൊന്നുമില്ല, ചുമ്മാ ഉടായിപ്പാണെന്നൊക്കെ പറഞ്ഞു പോകുന്നു. അത് കേൾക്കുന്ന കടക്കാരി വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചുമ്മാ ടൈം പാസിന് കടയിൽ വന്ന് നിൽക്കുകയാണോ, കൈ കാശില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്നെല്ലാം പറയുമ്പോൾ എബി ഉടനെ തന്നെ അവന്റെ പോക്കറ്റ് തപ്പുന്നു. പക്ഷെ അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് പേഴ്സ് മിസ്സായെന്ന്. കൊച്ചുകുട്ടികൾ ഇങ്ങനെ കൈ കാശില്ലാതെ ഷോപ്പിങ്ങിന് വരുന്നത് ശരിയൊന്നും അല്ല എന്നൊക്കെ കടക്കാരി പറയുന്നത് കേൾക്കുന്ന എബി വേഗം തന്നെ ട്രയൽ റൂമിലേക്ക് ചെന്ന് അവളുടെ വിഷ് ലിസ്റ്റിലുള്ള അടുത്ത വിഷ് നടത്തുന്നു. അതായത് പെട്ടെന്ന് വലിയ പെൺകുട്ടി ആകണം എന്നതായിരുന്നു ആ ഒരു വിഷ്. അവൾ അതിന്റെ മെഴുകുതിരി കത്തിക്കുമ്പോൾ അവൾ ഇപ്പോൾ ഉള്ള 16-കാരിയിൽ നിന്ന് കുറച്ചുകൂടെ വർഷം മുതിർന്ന പോലെയുണ്ട്. അപ്പിയറൻസ് തന്നെ നന്നായി മാറിയിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കല്ലേ ആരും ക്രെഡിറ്റില് സാധനം കൊടുക്കാത്തത്, വലിയവർക്ക് കൊടുക്കുമല്ലോ. അങ്ങനെ കയ്യിൽ കാശില്ലേലും ക്രെഡിറ്റിലെ ഡ്രസ്സ് വാങ്ങി അവള് നേരെ ഷോപ്പിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ജയില്ല. ജയെ തപ്പി അവള് വേഗം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവളെ കാണുന്ന അവരുടെ ക്ലാസ് ടീച്ചർ അവളെ മനസ്സിലാവാതെ സംസാരിക്കുന്നു. എന്താ ഇവിടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ ടീച്ചറെ ഞാൻ പഠിക്കാൻ വന്നതാണെന്ന് അവള് പറയുന്നുണ്ടെങ്കിലും പഠിക്കാനോ ഈ പ്രായത്തിലോ എന്നെല്ലാം ചോദിച്ച് ടീച്ചർ അവളെ കളിയാക്കി വിടാണ്. അവള് പിന്നീട് ജയെ കാണുമ്പോൾ അവൻ ഇവളെ ആരാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ജയും ഇവളെ പരിചയമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം അവൻ ഇപ്പോഴും ആ ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിലെ അതേ പയ്യൻ തന്നെയാണ്. പക്ഷെ ഇവൾ കുറച്ച് വർഷങ്ങൾ മുതിർന്നിരിക്കുകയാണ് ഇപ്പോൾ അവള് വിഷ് ചെയ്തതിലൂടെ. അവളെ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ അടക്കം പുറത്താക്കുന്നുണ്ട്. അവൾ അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് അവളുടെ വീട്ടുകാര് അവളെ വിളിച്ചോണ്ട് പോകുന്നത്. സ്കൂളിലൊന്നും പഠിക്കേണ്ട പ്രായമല്ല, നിനക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ അവളെ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് തനിയെ അവൾക്ക് താമസിക്കാൻ ഒരു അപ്പാർട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഇനി ഇതിന്റെ റെന്റും ബാക്കി എല്ലാ ചെലവുകളും നീ തന്നെ നോക്കണം, നീ തന്നെ നിന്റെ കാര്യങ്ങൾ ബാക്കി നോക്കണമെന്നൊക്കെ അച്ഛനും അമ്മയും പറയുമ്പോൾ അവള് എന്തോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് 16 വയസ്സല്ലേ ആയുള്ളൂ, പിന്നെന്താ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പറയുന്നതെന്നൊക്കെ അവള് ചോദിക്കുമ്പോൾ 16 വയസ്സോ, അത് 6 വർഷം മുന്നേ, ഇപ്പൊ നിനക്ക് 22 വയസ്സുണ്ടെന്ന് പറയാണ്. ഇതേ ടൈം അവിടെ അവളുടെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത കൂട്ടത്തിൽ സ്കൂൾ മെമ്മറീസ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് അവൾ എടുക്കുമ്പോൾ അത് ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഇവളുടെ ഹൈസ്കൂൾ ഗ്രാജുവേഷൻ കഴിഞ്ഞതുപോലെയൊക്കെ ഉള്ള ഫോട്ടോസ് കാണുന്ന അവള് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത അവളുടെ ജീവിതവും കടന്നുപോയി. അങ്ങനെ അവൾക്ക് ഇപ്പൊ ഇവരൊക്കെ പറയുന്ന പോലെ പ്രായക്കൂടുതലായി എന്നും മനസ്സിലാവുന്നു. ഇതെല്ലാം അവൾ ആ വിഷ് ചെയ്തതിലൂടെ സംഭവിച്ചതാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ ആ ഏഞ്ചലിനെ കൊണ്ടുവരാനായി അവളുടെ അടുത്ത വിഷ് ചെയ്യുന്നു. അത് അവളുടെ റൂം അവൾക്ക് നല്ല കിടുക്കനായി ഡെക്കറേറ്റ് ചെയ്യണമെന്ന വിഷായിരുന്നു. ആ വിഷ് നടത്തി കൊടുക്കാനായി ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളുമായി ആ ഏഞ്ചൽ അവിടേക്ക് എത്തുമ്പോൾ അവള് എനിക്കിതൊന്നും വേണ്ട, ഞാൻ അറിയാതെ ഒരു വിഷ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി, പഴയ പോലെ എന്നെ ആ ഒരു 16-കാരി ആക്കണമെന്ന് അവളെ വിഷ് ചെയ്യുമ്പോൾ അതൊന്നും ഇനി നടക്കില്ല, ഒരു വിഷ് നീ നടത്തി ഇനി അത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ ഏഞ്ചൽ പോവാണ്. ഇവള് ആ ഒരു വിഷ് ലിസ്റ്റ് ചില തിരുത്തൊക്കെ വരുത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ മാറുന്നില്ല. അവള് വേഗം തന്നെ അവളുടെ അടുത്ത വിഷ് ചെയ്യാണ്. അതിൽ അവള് പറയുന്ന കാര്യങ്ങൾ അവളുടെ പേരൻസ് വിശ്വസിക്കണമെന്നാണ് ഉള്ളത്. അവൾ അങ്ങനെ വിഷ് ചെയ്തിട്ട് നേരെ പേരൻസിന്റെ അടുത്ത് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. പക്ഷെ അവർ അതൊക്കെ വിശ്വസിക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇനി ഇതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അവൾ ആകെപ്പാടെ അപ്പൊ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന അവളുടെ കാറിന്റെ മുന്നിലായി അവളുടെ ക്രഷായ ലോഗൻ നിൽക്കുന്നു. അവൾ വളരെ സന്തോഷത്തിൽ അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവൻ എന്താ ചേച്ചി കാറൊക്കെ വാങ്ങിച്ചോ എന്ന് ചോദിക്കാണ്. അവളുടെ അതേ പ്രായമുള്ള അവളുടെ ക്രഷ് അവളെ നോക്കി ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ പാവം അവൾ തകർന്നു പോകുന്നു. ഈ സമയത്താണ് അവള് മനസ്സിലാക്കുന്നത് ലോഗൻ ഇപ്പോ എത്തിയിരിക്കുന്നത് കിറ്റിയുടെ 16ാമത്തെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ടാണെന്ന്. അതായത് യഥാർത്ഥത്തിൽ ഇന്ന് തന്നെയാണ് കിറ്റിയുടെയും ഇവളുടെയും 16ാമത്തെ ബർത്ത്ഡേ. പക്ഷെ ഇവൾക്ക് മാത്രം കുറെ വർഷങ്ങൾ പിന്നിട്ട് ഒരു ഫീലാണ് ഉള്ളത്. അങ്ങനെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത് ഇവള് വളരെ സങ്കടത്തോടെ നോക്കി നിൽക്കുമ്പോൾ പാർട്ടിയിൽ പങ്കെടുക്കാനായി എത്തിയ ജയെ കാണുന്നു. ഇവള് ജയെ പിടിച്ചു നിർത്തി നിനക്ക് ഓർമ്മയില്ല എന്നെ, സത്യം പറയുന്നെല്ലാം അവനോട് ചോദിക്കുമ്പോൾ അവന് യാതൊരു ഓർമ്മയില്ല. ഈ സമയത്ത് അന്ന് രാവിലെ തന്നെ ഇവൾക്ക് ബർത്ത്ഡേക്ക് അവൻ ഗിഫ്റ്റ് കൊടുത്ത് ആ ഒരു ചെയിൻ കാണിക്കുമ്പോൾ അവന് പതിയെ കാര്യങ്ങൾ ഓർമ്മ വരുന്നു.
ആയിരുന്നു. പക്ഷെ ഒന്നും തന്നെ ഇവന് സഹായിക്കാനായി സാധിക്കാത്ത അവസ്ഥയായതുകൊണ്ട് അവള് വളരെ സങ്കടത്തോടെ തന്നെ അവന്റെ കൂടെ പാർട്ടിയിൽ പങ്കെടുക്കുന്നു. പക്ഷെ അവൾക്ക് ഒരു തൃപ്തിയില്ല. തന്റെ അതേ പ്രായക്കാരിയായ കിറ്റി ഇതേ അടിച്ചു പൊളിച്ചു നടക്കുന്നു. താൻ അബദ്ധം കാണിച്ച് ഇങ്ങനെ ആയല്ലോ എന്ന് ചിന്തിച്ച് അവള് വളരെ സങ്കടത്തോടെ പാർട്ടി കഴിഞ്ഞ് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നു. കുറച്ചു ദൂരം ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ കാർ ഫ്യൂവൽ തീർന്നു നിൽക്കാണ്. റോഡിൽ ഇറങ്ങി അവൾ നടക്കുമ്പോൾ ചെരുപ്പിന്റെ ഹീൽസും പോകുന്നു. എന്ത് ചെയ്യുന്ന ഓർത്ത് റോഡിന്റെ സൈഡിൽ വിഷമിച്ചിരിക്കുമ്പോൾ ചീറിപ്പാഞ്ഞു വന്ന കാറ് അവളുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിപ്പിക്കുന്നു. അങ്ങനെ മൊത്തത്തില് അവൾ ആകെപ്പാടെ പണി കിട്ടി വളരെ നിരാശയോടെ താമസ സ്ഥലത്തേക്ക് ചെല്ലുന്നു. ആ സമയത്ത് അവിടേക്ക് ഏഞ്ചൽ പിസയുമായി വരുന്നു. ഞാൻ പിസ വേണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് എബി പറയുമ്പോൾ സാരില്ല നീ കഴിക്ക്, എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ് ഏഞ്ചൽ പിസ കഴിക്കാണ്. പക്ഷെ എബി പിസ കഴിക്കാതെ സങ്കടപ്പെട്ട് ആ ഒരു വിഷ് ലിസ്റ്റ് നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ ഏഞ്ചൽ അവളോട് നിന്റെ ഈ 16 വിഷുകളിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് ബുദ്ധിപരമായി മാറ്റാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു നോക്കുന്നൊക്കെ അവളോട് പറയുന്നു. അവൾ നോക്കുമ്പോൾ 16 വിഷിൽ 15 എണ്ണം അവൾ എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ 16ാമത്തെ വിഷ് ഉണ്ടല്ലോ, മറ്റേ ലോഗന്റെ ഫോട്ടോ ബബിൾ കം പുറകിൽ വെച്ചൊട്ടിച്ചത്, അത് മാത്രം മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അവൾ ചാർട്ട് കീറാതെ ആ ഫോട്ടോ ഇളക്കി എടുത്തിട്ട് അവിടെ ബർത്ത്ഡേ ദിവസം അച്ഛനും അമ്മയും അനിയനും കേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അച്ഛനെടുത്ത് അവളുടെ ഒരു ഫോട്ടോ അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവൾ അത് എടുത്തൊട്ടിച്ചിട്ട് 16ാമത്തെ മെഴുകുതിരിയും കത്തിച്ച് അവൾക്ക് അവളുടെ പഴയ ലൈഫ് തിരിച്ചു വേണമെന്ന് വിഷ് ചെയ്യാണ്. അങ്ങനെ അവൾ ഈ ഒരു ടൈമിൽ നിന്ന് നേരെ അവളുടെ ബർത്ത്ഡേ ദിവസം അച്ഛനും അമ്മയും അനിയനും കേക്കുമായിട്ട് വരുന്ന ആ ഒരു ടൈം ലൈനിലേക്ക് പോകുന്നു. മുന്നേ ഇവര് കേക്കുമായിട്ട് വന്നപ്പോൾ ഇവരെ ഓടിച്ചു വിടുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ അവള് വളരെ സന്തോഷത്തോടെ അവരുടെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. അമ്മ എന്താ നിന്റെ വിഷ് എന്ന് അവളോട് ചോദിക്കുമ്പോൾ അയ്യോ എന്റെ അമ്മോ വിഷേ വേണ്ട എന്ന് അവള് പറയാണ്. കാരണം മുന്നേ നടന്ന കാര്യങ്ങൾ ഓർത്ത് അവൾക്ക് ഇപ്പൊ വിഷ് എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. കൂടാതെ മുന്നേ നടന്ന പോലെ തന്നെ ഇവർ വീട്ടിലെ തേനീച്ചയുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഏഞ്ചൽ എത്തുന്നു. ഏഞ്ചൽ തേനീച്ചക്കൂടെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇനി കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം പഴയതുപോലെ ആയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് അച്ഛനും അമ്മയും അനിയനും ഇത് കേൾക്കുമ്പോൾ കരുതുന്നത് തേനീച്ചയുടെ കാര്യമാണെന്ന്. പക്ഷെ നമ്മുടെ ഏബിക്ക് അറിയാലോ അവളുടെ കാര്യത്തെ പറ്റി തന്നെയാ ഈ പറയുന്നതെന്ന്. അങ്ങനെ അത് കേൾക്കുന്ന അവൾക്ക് വളരെ സന്തോഷമാകുന്നു. ഏഞ്ചലും അവിടെ നിന്ന് പോകുന്നു. അവള് പിന്നീട് അന്നത്തെ ദിവസം കിറ്റിയെ കാണുമ്പോൾ അവളോട് ഗുസ്തിക്കൊന്നും പോവാതെ നേരെ ചെന്ന് എന്താ നിനക്ക് എന്നോട് ഇത്ര പ്രശ്നം, എന്തുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് കിറ്റി ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. 8ാമത്തെ ബർത്ത്ഡേ വരെ ഇവരെല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ 8ാമത്തെ ബർത്ത്ഡേ ദിവസം എബി ജെ അവളുടെ മാത്രം ഫ്രണ്ട് ആക്കി മാറ്റി. തന്റെ ഫ്രണ്ടിനെ തന്നിൽ നിന്ന് പിരിച്ച ദേഷ്യമാണ് കിറ്റി പിന്നീട് എബിയോട് കാണിച്ചത്. എന്തായാലും ഈ കാര്യം അറിയുന്ന എബി അയ്യോ ഞാൻ അറിയാത്ത പ്രായത്തിൽ ചെയ്ത ഒരു തെറ്റല്ലേ അത്, നീ എന്നോട് പൊറുക്കെന്നൊക്കെ പറഞ്ഞ് അവളോട് സോറി ചോദിച്ച് അവളുമായി ഫ്രണ്ട് ആകുന്നു. ഒപ്പം തന്നെ ഇവര് രണ്ടുപേരും കൂടി ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ടായ ജെയ്ക്ക് വേണ്ടി ഇത്രയും നാള് കിറ്റി കൊണ്ട് നടന്ന സ്റ്റുഡന്റ് ബോഡി പ്രസിഡന്റ് സ്ഥാനം അവനായി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അവൾക്ക് ഈ ഒരു സ്ഥാനത്തിരുന്ന് മടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ജെ വളരെ ഹാപ്പി ആകുന്നു. ഒപ്പം തന്നെ ശത്രുക്കളായിരുന്ന കിറ്റിയും എബിയും ഇപ്പോൾ സുഹൃത്തുക്കളായി കാണുന്ന ആ സ്കൂളിലെ മറ്റു കുട്ടികൾ ആകെ അന്തം വിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഒന്നിച്ച് അന്നത്തെ ദിവസം ഇവരുടെ ബർത്ത്ഡേ പാർട്ടി ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൂട്ടി നടത്താനായി തീരുമാനിച്ചിരിക്കുകയാണ്. ആ പാർട്ടിയിൽ വെച്ച് കിറ്റിയും എബിയുടെ ക്രഷ് ആയിരുന്ന ലോഗനും കപ്പിൾസ് ആവുന്നു. ഒപ്പം തന്നെ ജെയും എബിയും കപ്പിൾസ് ആവുന്നു. അങ്ങനെ ഇവർ ഒന്നിച്ച് വളരെ ഹാപ്പിയായി കപ്പിൾ ഡാൻസ് കളിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.